ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ലൈഫ് ഓഫ് ആതിര ഇൻ USA. അപ്പോൾ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇന്ന് ഓണം സെലിബ്രേഷൻ ഉണ്ട് ഇവിടെ. മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളീസിൻ്റെ ഒരു അസോസിയേഷനാണ്. സോ അവിടെ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഓണം അവരുടെയാണ്. ചിങ്ങം ഒന്നായിട്ടുള്ളൂ നമുക്ക്, പക്ഷെ അപ്പോഴേക്കും ഓണം സെലിബ്രേഷൻസ് സ്റ്റാർട്ടായി. അപ്പോൾ പിന്നെ അതുമല്ല, ഇന്ന് ജാനുക്കുട്ടിയുടെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ. ജാനുക്കുട്ടി ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ എങ്ങനെയാണ് നമ്മുടെ സെലിബ്രേഷൻസും അതുപോലെ ഇവിടുത്തെ ഓണസദ്യയും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതാ നമ്മൾ കാറിൽ കയറി ഓൾമോസ്റ്റ് സെറ്റായി. ജാനക്കുട്ടി കാർ സീറ്റിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുമാവേനെയും കാർ സീറ്റിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതാ നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ് കേട്ടോ പോണത്. ഇവിടെ ഫ്ലോർ ടൈൽ മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഒരു ഗ്രീനറി തന്നെയാണ് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞത് ആ ഹോളിലെത്തി. ഇത് നമ്മുടെ മലയാളീസിൻ്റെ തന്നെ ഒരു ചർച്ചാണ് കേട്ടോ, ജ്ഞാനായ ചർച്ച്. സോ അവിടെയാണ് ഓണം സെലിബ്രേഷൻ വെച്ചിരിക്കുന്നത്, അവരുടെ ഹാളിൽ. അപ്പോൾ അതാ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ വന്ന് പാർക്കിംഗ് ഒക്കെ ഒരുവിധം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരി ബാക്ക് സൈഡിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ട്, അവിടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റിലൊരു സീറ്റ് കാർ പാർക്കിങ്ങിന് സ്പേസ് കിട്ടി കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കാർ ഇട്ടിട്ട് നമ്മളിതാ ഉള്ളിലേക്ക് വരികയാണ്. അവിടെയും നല്ല തിരക്കുണ്ട് കയറിയപ്പോൾ തന്നെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ സദ്യയാണ് സ്റ്റാർട്ട് ചെയ്യുക. സദ്യ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മുടെ ബാക്കി ഇനോഗ്രേഷനും അതുപോലെ തന്നെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. എന്താ പറയുക, ആദ്യം സദ്യ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ സദ്യക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് സമയത്ത് നമുക്ക് റീച്ച് ആവാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ. അപ്പോൾ ചെന്ന് കയറുമ്പോൾ തന്നെ അതാ അവിടെ നമ്മുടെ മാറ്റിൻ്റെ ബാനറൊക്കെ വെച്ചിട്ട് നല്ല പൂക്കളും അതുപോലെ വഞ്ചിയൊക്കെ ആക്കിയിട്ട് അവർ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ക്യൂവിൽ പോയിട്ട്. അപ്പോൾ ഞങ്ങളും വേഗം ചെന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുഞ്ഞുവാവയുടെ ആദ്യത്തെ ഓണമല്ലേ, അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു. അതേ ഇപ്പോൾ ഇതാ ജാനുക്കുട്ടി ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഫസ്റ്റ് ട്രിപ്പിൽ ഫില്ലായി കേട്ടോ. അപ്പോൾ ശരി, നമ്മളെന്നാൽ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതാ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് പാട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള പ്രോഗ്രാംസ് മെയിൻ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ഡാൻസൊക്കെ വരണേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ജാനുക്കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ഏതാണ്ട് സീറ്റ്സൊക്കെ അവൈലബിൾ ആയി. അപ്പോൾ വേഗം ഞങ്ങൾ പോയിരുന്നു. അങ്ങനെ അടിപൊളി സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഈ ഇലയിലുള്ളൊരു സദ്യ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ് അല്ലേ. നമ്മുടെ ഇവിടെ വാഴയില, പേപ്പർ വാഴയിലയാണ്, നമ്മുടെ ഒറിജിനൽ വാഴയിലയല്ല. എന്നാലും എല്ലാ വിഭവങ്ങളൊക്കെ കൂട്ടി സദ്യ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ലാസ്റ്റ് ആ പായസവും ഇലയിൽ കഴിക്കാനായിട്ട് അതൊരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അത് ആ ഒരു വിഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ചോറിൻ്റെ കൂടെ പരിപ്പ് വന്നു. അപ്പോൾ ജാനുട്ടിക്ക് പരിപ്പും ചോറും പപ്പടവും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുകയാണ് ഫുഡ്, പപ്പടം പരിപ്പൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പാർ വന്നു കേട്ടോ. സാമ്പാറില്ലാണ്ട് എന്ത് സദ്യ അല്ലേ. അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടി ഇതാ അടിപൊളിയായിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് പായസവും വന്നു. അപ്പോൾ എല്ലാം കൂടി കഴിച്ച് അങ്ങനെ വയർ ഫുള്ളായി കേട്ടോ. ഇനിയിപ്പോൾ അടിപൊളിയായിട്ടിരുന്ന പ്രോഗ്രാംസ് കാണാം. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാം മടക്കി. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്രിപ്പും കൂടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സദ്യകളും കഴിഞ്ഞു കേട്ടോ. സദ്യ എല്ലാവരും ഓൾമോസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് താലൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. കുട്ടികൾ മാത്രമല്ല, ഞങ്ങൾ വലിയൊരു താലൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെന്നു ഫ്രണ്ടിലോട്ട്. ഇവിടെ കൊട്ടും മേളമൊക്കെ ആയിട്ടാണ് മാവേലി തമ്പുരാനെ നമ്മൾ വരവേറ്റത് കേട്ടോ.
ജാനു ആമോ അങ്ങനെ ദാ മാവേലി തമ്പുരാൻ വിളക്ക് കൊളുത്തി നമ്മുടെ മാറ്റിൻ്റെ ഓണം ആഘോഷങ്ങൾ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു. ജീവനേകുമീ കേരളം അപ്പോൾ ആ പ്രോഗ്രാംസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയും നിറയെ പ്രോഗ്രാംസ് അവിടെ ഉണ്ട്. സോ ഇതൊക്കെ നമ്മുടെ മാറ്റിലത്തെ മെമ്പേഴ്സിൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ജാനക്കുട്ടീനെയും ഫ്രണ്ട്സിനെയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒരു ഫാഷൻ ഷോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അവസാനിച്ചു.
കിടിലൻ ഫാഷൻ ഷോ ഒക്കെ കണ്ടു. അതിനുശേഷം പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മാറ്റിൻ്റെ സ്പോർട്സ് മീറ്റിൽ ഉള്ള വിന്നേഴ്സിനുള്ള പ്രൈസായിരുന്നു. ജാനുക്കുട്ടിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു റണ്ണിങ് റേസിൻ്റെ ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ട്രോഫിയൊക്കെ മേടിച്ച്, അതുപോലെ സയനും അൻഹയ്ക്കും ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ്റെ ടീമിനും ഉണ്ടായിരുന്നു വടംവലിക്ക് ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ജാനൂട്ടി ഇതാ പ്രൈസൊക്കെ കൊണ്ട് ബേബീനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ നമ്മൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങി. അപ്പോൾ ലാസ്റ്റ് അവിടെ ഫോട്ടോ എടുക്കണതിൻ്റെ അവിടെ കുറച്ച് തിരക്കൊന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലേഡീസ് ഗ്യാങ് എല്ലാവരും കൂടി പോയി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി ഓണാഘോഷം അങ്ങനെ കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത അസോസിയേഷൻ്റെ ഓണം പരിപാടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.